നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിന് ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എത്ര മാക്സിമം റെസൊനേറ്റ് ചെയ്താൽ പോലും ഈ ഒരു ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അവരോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. കുറച്ച് വലിയ റീഡിംഗ് ആവാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഞാനതങ്ങ് എടുക്കുകയാണ്, നോക്കാം നമുക്ക്. പിന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ അവർ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അത് നോക്കും നമ്മൾ. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, യെസ് ഓർ നോ നോക്കും. അഥവാ നിങ്ങൾക്കൊരു യെസ് ആണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേദന അനുഭവിക്കേണ്ടി വന്നോ, അത് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടോ, അത് യെസ് ഓർ നോ നമ്മൾ ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് വിട്ട് കളയുക. ഉണ്ടെങ്കിൽ ആ പെയിൻ, അവിടെ എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നോ, അത് പേഴ്സൺ ആ പാസ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടോ, ആ എക്സ്പീരിയൻസ് അത് നോക്കും. അതും യെസ് ഓർ നോ ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ അല്ലയോ, യെസ് ഓർ നോ ആണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ. അപ്പം നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ എന്ന കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. സക്സസ്ഫുൾ ആകാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊന്നും നോക്കുന്നില്ല. ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യത്തിനാണ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. വലിയ റീഡിംഗ് ആണ്, അപ്പോൾ ചോദ്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഭഗവാനെ, ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് മാറ്റി വയ്ക്കാം, മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യത്തെ കാർഡിൻ്റെ ഓറക്കിൾ മെസ്സേജസ് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് നോക്കാം. അപ്പോൾ ഞാൻ രണ്ട് തരം നോക്കുന്നുണ്ട്. ലോർഡ് ശിവ ഓറക്കിൾ മെസ്സേജസും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജിപ്സി ഓറക്കിൾ മെസ്സേജസും നോക്കുന്നുണ്ട്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫിളും കൂടി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഒരു കാർഡും കൂടെ മറിഞ്ഞു. അപ്പം ഞാൻ ഈ രണ്ട് കാർഡ്സാണ് എടുക്കാൻ പോകുന്നത്. വേറെ കാർഡ്സ് ഒന്നും മറിഞ്ഞതായിട്ട് കണ്ടില്ല, നോക്കട്ടെ, ഒന്നുകൂടെ നോക്കിയേക്കാം. അപ്പം ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി മറിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ എന്ന് വെച്ചാൽ ലൈഫിലേക്ക് കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമല്ല, ഒരു ജീവിത രീതിയാണ്. മനസ്സിലായി? ഇപ്പോൾ ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്, എന്ത് ചെയ്യാം, എന്ത് ചെയ്യണ്ട. മനസ്സിലായോ? അപ്പോൾ അതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ് യോഗയും. ഭക്ഷണത്തിൽ എന്തൊക്കെ ഫോളോ ചെയ്യണം, എന്ത് ഭക്ഷണം കഴിച്ചുകൂടാ, പിന്നെ ശ്വാസം എടുക്കുന്ന അതൊക്കെയാണ്. പിന്നെ എക്സസൈസിൻ്റെ കാര്യം, ധ്യാനം, ഇതെല്ലാമാണ് നമ്മളൊരു വെൽബീയിങ്ങിന്, മനസ്സുഖത്തിന് വേണ്ടി, മനഃശാന്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടീസാണ് ഇതെല്ലാം. അപ്പോൾ ഇത് യോഗയുടെ കാര്യം. ഇത് വന്നേക്കുന്നത് പവർ, തൃശൂൽ. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള, നമുക്ക് ഈഗോ വരുമ്പോൾ ജ്ഞാനം കുറവായിരിക്കും ഈഗോ ഉള്ളവർക്ക്. കാരണം നമ്മളെപ്പോഴും സ്വാർത്ഥതയോടെ നമ്മൾക്ക് ജയിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വം എന്നുള്ള ചിന്ത നശിപ്പിച്ച് കളയണം
എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഭയങ്കര സെൽഫിഷ് ആവും. അപ്പം നമ്മളുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ ദ്രോഹം ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾക്ക് സന്തോഷം വേണം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ബോധവടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു നോളജ് കൊണ്ടുവരണം, ജ്ഞാനം കൊണ്ടുവരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ അഹന്ത, ഈഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ അഹന്തയായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്പിരിച്വൽ ഓറക്കിൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ജിപ്സി ഓറക്കിൾ മെസ്സേജസിൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് നോക്കാം. ഭഗവാനെ, ഇതിനകത്ത് എന്താണ് നിങ്ങൾ അറിയാനുള്ളത്? സോറോ, സങ്കടം. സോറോ എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. അപ്പോൾ ഇനി എന്താണുള്ളത്? ഡെസ്പെയർ, ഇതൊക്കെയാണ് സോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈഫ് ആൻഡ് ബേബി, ചൈൽഡ്. അപ്പോൾ ഭാര്യയും കുഞ്ഞും, സങ്കടം, അവരിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ടുള്ള സങ്കടമാണോ? പിന്നെ ഉള്ളത് പ്രിസൺ. ഇത് മിക്ക റീഡിങ്ങിലും വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രിസൺ കാർഡ്, ഒരു കാരാഗ്രഹം. കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്തല്ല, നമ്മൾ അവരിൽ നിന്ന് ദൂരെയാണ്, നമുക്ക് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്, അതൊരു കാരാഗ്രഹമായിട്ട് മാറും. ഇപ്പം നമ്മൾ ജോലിക്ക് ജീവിതമാർഗത്തിനായിട്ട് എബ്രോഡ് പോകുന്നവർ, ഭാര്യയും കുഞ്ഞുങ്ങളിലും ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കുമ്പോൾ അതൊരു കാരാഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് തോന്നുമ്പോൾ അവരെ കാണാനോ തോന്നുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലാനോ പറ്റില്ല. അപ്പോൾ ഇത് ഈ പ്രസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രസൻ ആവണം എന്നില്ല, കാരാഗ്രഹമല്ല, നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രസൻ ആയിരിക്കാം ഇത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇതുകൊണ്ടുള്ള ഒരു സങ്കടം എന്നാണ് കാണിക്കുന്നത്. ഇത് ഭാര്യയും കുഞ്ഞും ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് ആ പേഴ്സണെ കിട്ടുന്നില്ല, ആ പേഴ്സണിൻ്റെ സ്നേഹം കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാം, ഒരു സോറോ. എന്ന് വെച്ചാൽ ലീഗൽ പാർട്ട്ണർ ഒരു തടങ്കൽ ഇട്ടേക്കുന്ന പോലെ അവർ സ്നേഹിക്കുന്ന ആളെ, അങ്ങനെ ഒരു മെസ്സേജും കൂടെ അവിടെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. സ്റ്റാർ ആണ് ഇവിടെ. കുറേ ഹോപ്സ് ആൻഡ് ഡിസയേഴ്സ്, മനസ്സിലായോ? ഒരു വഴികാട്ടി. അപ്പോൾ ഹോപ്പ് ആൻഡ് ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ് റിലേഷൻഷിപ്പ് എന്നും വരാം. സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു വഴികാട്ടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇത് ഭൂമിയിലും വെള്ളത്തിലും, രണ്ട് സ്ഥലത്തേക്കും വെള്ളം ഒഴിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ ഇമോഷനാണ്, അറിവാണ്, ജ്ഞാനമാണ്. അപ്പം രണ്ട് സൈഡിലേക്കും വെള്ളം ഒഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിലപ്പോൾ ഇത് രണ്ട് ഫേമസ് ആയ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാനും വഴിയുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഫേമസ് ആണ്, അയാളെ സ്വന്തമാക്കണം എന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ് റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. പോസിറ്റീവ് എനർജിയാണ് അവിടെ കാണിക്കുന്നത്. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യും. അക്വാരിയസ് സോഡിയാക് സൈൻ ആണത്. ചാമേഴ്സ് ആണ് അക്വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷുകാർ പണ്ട് നമ്മളുടെ ഇന്ത്യയിലെ ആൾക്കാരെ സ്നേക്ക് ചാമേഴ്സ് എന്നാണ്. കാരണം നമ്മളുടെ പാമ്പാട്ടികൾ പാമ്പിനെ കുഴലൂതിയിട്ട് ഇങ്ങനെ പാമ്പ് മൂവ് ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് അധികം വിവരം കുറവാണ് ഈ ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അവർ വിചാരിച്ചിരുന്ന നമ്മളുടെ ഇവിടെയുള്ള എല്ലാവരും പാമ്പാട്ടികളാണെന്നാണ് വിചാരിച്ചിരുന്നത്. സ്നേക്ക് ചാമേഴ്സ്, മാജിക്കുകാർ, മന്ത്രവാദികൾ, അങ്ങനെയാണ് അവർ വിചാരിച്ചത് നമ്മളെ കുറിച്ചിട്ട്. അതൊക്കെ മാറ്റി കൊടുത്ത് നമ്മൾ അവസാനം എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ സൺ കാർഡ്, ഇവിടെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസ് ഉണ്ട്. പ്രശ്നങ്ങളുണ്ട് ഇവിടെ, പക്ഷെ എന്നാലും നാളെ നല്ലതായിരിക്കും. ഒരു ഫ്യൂച്ചറിസ്റ്റിക്, ഒരു ഓപ്റ്റിമിസം രണ്ടുപേരുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ പ്രശ്നമാണെങ്കിലും നാളെ നല്ലതായിരിക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുമ്പോട്ട് പോകുമെന്നൊരു വിശ്വാസം ഉണ്ട്. അതിൽ ആ ഒരു പ്രത്യാശയുണ്ട് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് കൈവിടാതെ ഇപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ലിയോ ഉണ്ട് അവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ ഈ പേഴ്സണുമായിട്ട്. പക്ഷേ നിങ്ങൾ ഒരു പോരാ, ഈ പേഴ്സൺ ഭയങ്കര അതൊരു സ്റ്റാർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ഒരു സ്റ്റാർ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത്. ഈ പേഴ്സണ് നിങ്ങൾ ഭയങ്കര നല്ല മെമ്മറീസ് ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. ഇഷ്ടംപോലെ നല്ല നല്ല ഓർമ്മകളുണ്ട്. ചിലപ്പോൾ നേരത്തെ പരിചയമുള്ള ആളുകൾ രണ്ടുപേരായിരിക്കാം ഇത്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ നിങ്ങൾക്കൊരു ഈ പേഴ്സണ് ചേർന്ന ആളല്ല നിങ്ങൾ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ കല്യാണാലോചന നിങ്ങൾക്ക് വന്നിട്ടും ശരിയാവില്ല, ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല, ഈ പേഴ്സൺ നല്ല ആരെങ്കിലും വിവാഹം കഴിച്ചോട്ടെ. ചില സമയത്ത് നമ്മൾ അങ്ങനെയും ചെയ്യും. ആളുകൾ ഒഴിഞ്ഞു കൊടുക്കും. ഇപ്പോൾ വേണ്ട, എന്നെ വിവാഹം കഴിക്കണ്ട, കാരണം ഞാൻ നിനക്ക് ചേർന്ന ഒരാളല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ള പോലെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണെ വേറൊരാളുടെ സ്വന്തമാവാനായിട്ട് അനുവദിച്ചു കൊടുത്തു. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അതൊരു നഷ്ടബോധമായിട്ട് വളർന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോഴും ഈ പേഴ്സണിൻ്റെ ഉയർച്ചയിൽ നിങ്ങൾക്ക് ഹാപ്പിയാണ്. നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലാണ്. മനസ്സിലായോ? അങ്ങനൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ തന്നെയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? പക്ഷെ ഈ ഒരു കാര്യം, ഈ ജഡ്ജ്മെന്റ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം ഇല്ല നിങ്ങൾക്ക്. പക്ഷേ ഇതിനകത്ത് പേഴ്സൺ വേറൊരാളുടെ ആയതിൽ കുറ്റബോധമില്ല. പക്ഷെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പ് വേണം, അത് നിങ്ങളുടെ മരണം വരെ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിൽ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സ്കോർപിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെറിയൊരു വൈരാഗ്യമുണ്ട് ഈ പേഴ്സണ്. മനസ്സിലായി? പക്ഷെ നിങ്ങളോട് റീകൺസൈൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വൈരാഗ്യം ഉള്ളിൽ വെക്കുന്നുണ്ട് ഈ പേഴ്സൺ. മനസ്സിലായോ? എന്നാലും ഇത് കുഴപ്പമില്ല, കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പോട്ടെ, അത് ആലോചിച്ചിരുന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊരു ചിന്ത ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഈ പേഴ്സൺ കുറച്ച് സ്റ്റബേൺ ആണ്. അപ്പം ഈ ഒരു പൂർവ്വ വൈരാഗ്യം നിങ്ങളോടുള്ളത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് അധികം കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ ഈ പേഴ്സന്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏരീസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കത് നോക്കാം. വേറൊരു ഉദ്ദേശം കൂടെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ കയ്യിൽ കുറേ പണമുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര ഫേമസ് ആണ്, ഇഷ്ടംപോലെ പണമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പണം വേണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണുമായിട്ട് അടുത്തിരിക്കണം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാകണം. ആ പേഴ്സൺ അവിടെ വേണം, നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നൊരു ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഭയങ്കര പണമുള്ള ആളാണ്, ഭയങ്കര പ്രശസ്തിയുള്ള ആളാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും പലരുടെയും അറ്റൻഷൻ കിട്ടുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറവുകളുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ റിജക്റ്റ് ചെയ്തത് ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് അതേ ഫീലിംഗ് ആണ്. ഈ പേഴ്സൻ്റെ പൈസ ഒന്നും വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല. ഈ പേഴ്സൺ പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉള്ള ഒരു എനർജിയാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ പോരാത്തതിന് കല്യാണം കൂടെ കഴിച്ച ഒരു എനർജിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് അകലാനായിട്ട് ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള കൊണ്ടായിരിക്കാം, അതുപോലെ നിങ്ങളെ സംശയം ഉണ്ടായിരിക്കും. കാരണം നിങ്ങളൊരു ആദ്യം ഒരു പണി കൊടുത്തതാണ് ഈ പേഴ്സണ്, അല്ലേ? അപ്പോൾ ആ പേഴ്സൺ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണെ വേണ്ടാന്ന് വെച്ചത്. ആ ഒരു കാര്യമുണ്ട് ഇവിടെ. അപ്പോൾ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സൂക്ഷിച്ചാണ് ഇടപെടുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ ഫോൺ എടുക്കുന്നുണ്ടാവാം. പക്ഷേ അതിനുപരിയായിട്ട് മറ്റ് പണ്ട് ചെയ്തിരുന്ന പോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല. അപ്പം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ചില സമയത്ത് ഈ പേഴ്സണോട് നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുമെങ്കിലും ആ പേഴ്സൺ ഒരു കൺട്രോൾ വെക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴാണ് ഇട്ടിട്ട് പോകാമെന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് അകന്നിരിക്കാനാണ്. റിലേഷൻഷിപ്പ് ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ആ പേഴ്സൺ അകലാനാണ്, നിങ്ങളിൽ നിന്ന് അകന്നിരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അധികം വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ. ഒരു സീക്രട്ടീവായിട്ട് രണ്ടുപേർക്കും അറിയില്ല, രണ്ടുപേർക്കും എന്താണ് വേണ്ടത്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് രണ്ടുപേർക്കും ഷുവറല്ല. കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷെ ഒരു ഫ്യൂച്ചർ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, ഇതെന്താണ്, ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുപോലെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനും രണ്ടുപേർക്കും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? വളരെ പവർഫുള്ളാണ്. ഈ പേഴ്സൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ല കൺട്രോളുണ്ട്. പക്ഷേ ആ കൺട്രോൾ ഈ പേഴ്സണ് കുഴപ്പമില്ല. ഈ പേഴ്സണ് നിങ്ങളുടെ ആവശ്യമുണ്ട് ലൈഫിൽ, അതുപോലെ ഈ പേഴ്സൻ്റെ ആവശ്യം നിങ്ങൾക്കും ഉണ്ട്. പക്ഷേ അതൊരു മാരേജ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്റ്റഡി റിലേഷൻഷിപ്പ് അല്ല ഇത്, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. മനസ്സിലായി? ചില സമയത്ത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല, ചില സമയത്ത് നല്ല കോണ്ടാക്റ്റാണ്. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോയിട്ടുമില്ല എന്ന് കാണിക്കുന്നുണ്ട്. വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഈ റിലേഷൻഷിപ്പ് അല്ലാതെ നിങ്ങൾക്ക് പാസ്റ്റിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഇവിടെ നോ ആണ് വന്നേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇത് ലവേഴ്സാണ്, അത് റിവേഴ്സ് വന്നേക്കുകയാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിലും നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു നോ തന്നെയാണ് നിങ്ങൾക്ക്. പക്ഷേ പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ലവേഴ്സ് ആയിരുന്നവർ ആ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞത് കൊണ്ട് ആണ് ഇവിടെ നോ കാണിക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പെയിൻ, പാസ്റ്റിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ വേണ്ടാന്ന് വച്ചത്, അത് കുറ്റബോധമായിട്ടല്ല, അത് ഇപ്പോഴും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല, വേണ്ട. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൻ്റെ ആ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുമ്പിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടില്ല, ഇതേ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം നിങ്ങളിപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ജെമിനി സോഡിയാക് സൈൻ ആണ്. ഇവർക്ക് പാസ്റ്റിലെ റിലേഷൻഷിപ്പ്, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷേ നിങ്ങൾ റിജക്റ്റ് ചെയ്തപ്പോൾ ഈ പേഴ്സണ് ഒരെത്തും പിടിയില്ലായിരുന്നു, ആകെ കൂടെ കൺഫ്യൂഷനിലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അനുവാദത്തോടെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരുടെയും പാസ്റ്റിലുള്ളത് ഒരുമിച്ചുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ തമ്മിലല്ലാതെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. വേറെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള സങ്കടങ്ങളല്ല, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ അത് തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ? ചിലപ്പോൾ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മേ ബി കാർഡാണ്, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യും. കാരണം ഈ പേഴ്സൺ നിങ്ങൾ ഒരിക്കലും കാരണം ഈ പേഴ്സൺ അത്രയും വേദന നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് റിലേഷൻഷിപ്പിൽ. എന്താണ് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് വേണ്ടതെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല. പേഴ്സണെ വേണം, പക്ഷേ എന്താണ് വേണ്ടത്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് വേണ്ടത്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. യെസ് ഓർ നോ ചോദിക്കുമ്പോൾ യെസും നോ അല്ല പറയുന്നത്, മേ ബി അതും റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇതിങ്ങനെ പോവാനാണ് ചാൻസ്. മനസ്സിലായോ? ഇത് ഒരിടത്തും എത്തില്ല റിലേഷൻഷിപ്പ്. ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ അടിച്ചും പിരിഞ്ഞും അടിച്ചു പിരിഞ്ഞും പിന്നെയും കൂടി അങ്ങനെ തന്നെ റിലേഷൻഷിപ്പ് നിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പൈസീസ്, ജെമിനായി, വെർഗോ പൈസീസ്, ഏരീസ്, സ്കോർപ്പിയോ, പിന്നെ ലിയോ, അക്വാരിയസ്. ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണിത്. രണ്ടാമത്തെ കാർഡിൻ്റെ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. സ്പിരിച്വൽ ഓറക്കിളാണ് നോക്കുന്നത്. ഭഗവാൻ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കാർഡ് വന്നു. ഇത് അഡിക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെയധികം അഡിക്ഷൻ ഉണ്ട് ഇവിടെ. ഒബ്സഷൻ, മനസ്സിലായോ? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ അഡിക്റ്റഡ് ആവുന്നത്. നമ്മൾക്ക് അത് കൂടാതെ പറ്റില്ല എന്നൊരു ചിന്ത വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നോക്കാം. ഫൗണ്ടനിൽ നിന്ന് വെള്ളം ചാടിയ പോലെയാണ് ഈ കാർഡ്സ് തെറിച്ചു പോയത്. കണ്ടോ നിങ്ങൾ? ഫൗണ്ടനിൽ നിന്ന് ഇങ്ങനെ വെള്ളം തെറിച്ചു പോകുന്ന പോലെ. അപ്പം നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഒരു ലെറ്റർ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇവിടെ ഫോ പറയുന്നുണ്ട്. ഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം. ഒരു ഫീമെയിൽ എനർജിയാണ്. ശത്രു ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ മണി, കുറേ പൈസ. അപ്പോൾ പൈസയെ സംബന്ധിച്ച് ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഒരു ലെറ്റർ, ഒരു ഇൻഫോർമേഷൻ ആണ് വരുന്നത്. പിന്നെ അതിന് ആ പൈസയും നിങ്ങളും തമ്മിൽ ഇടയിൽ ഒരു ശത്രുവും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇവരെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുമായിരിക്കാം. നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള ആളായിരിക്കാം. എന്തോ ഒരു മോഷണം, അതിനെക്കുറിച്ചിട്ടുള്ള എന്തോ ഒരു വിവരം അതാണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസ്. ഈ കാർഡും പൈസയാണ്, ഇതും പൈസയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ പൈസ അയച്ച് തരുന്നുണ്ടോ? അല്ലെങ്കിൽ പൈസ അയച്ച് തരാൻ തുടങ്ങും? അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് ഒരു പൈസ തരുന്ന മരമായിട്ടാണോ കാണുന്നത്? അന്ന് ക്ലാരിഫൈ ചെയ്യാം. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു പുതിയ ഫിനാൻഷ്യൽ ഓഫറാണത്, പുതിയ ഓഫർ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാരാണ്? നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണോ? നിങ്ങളുടെ ബോസ് ആണോ? നിങ്ങളുടെ എംപ്ലോയി ആണോ?
നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാണോ? ഓക്കെ, ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഏസ് ഓഫ് പെന്റക്കിൾസിന് ഇതൊരു ഫിനാൻഷ്യൽ ഓഫറാണ്. വിക്ടറി, അതുപോലെ തന്നെ 7 ഓഫ് സ്വേർഡ്സും കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കള്ളത്തരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ശത്രുവാണ് നിങ്ങൾ കൂടെ നിൽക്കുന്ന ആൾ, നിങ്ങളുടെ ഓഫീസിൽ നിൽക്കുന്ന ആൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആൾ നിങ്ങളിൽ നിന്ന് എന്തോ മോഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടും. ഈ 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം, ഒരു മോഷ്ടാവിൻ്റെ കാർഡാണിത്. അതുപോലെ തന്നെ വിക്ടറി. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ പണം പിടുങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നതായിരിക്കാം, പക്ഷേ അത് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ അത് അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ ശരിക്കും അത് അർഹിക്കുന്നില്ല. അവിടെയാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ജേതാവാകുകയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ഈ എനർജിക്ക്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്കൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പം ഉള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നിങ്ങൾ കുറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഉള്ളിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇത് തുറന്ന് പറയണം എന്നുണ്ട്. ഇത് ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറച്ചിലും കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കള്ളി വെളിച്ചത്താക്കുക, അതും കൂടിയാണ് ഈ ജഡ്ജ്മെൻറ്റ് കാർഡ്. ജഡ്ജ് ചെയ്യുക ഒരാളെ പരസ്യമായി. കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ ട്രംപറ്റാണത്. എന്ന് വെച്ചാൽ 4 പേരെ വിളിച്ച് അറിയിക്കുക, പരസ്യമാക്കുക, ഒരു രഹസ്യം പരസ്യമാക്കുക. അത് രണ്ടും കൂടിയിട്ടാണ് ഈ കാർഡ് നിങ്ങളുടേത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാം ഈ പേഴ്സണെ, പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലെ എംപ്ലോയീസ് ആണെങ്കിൽ ഒരാൾ കള്ളത്തരം ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കാം, പക്ഷെ ആ പേഴ്സൺ കള്ളത്തരം ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന, നിങ്ങളെ പറ്റിക്കുന്ന ഒരു എനർജിയും കൂടിയാണിത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം ചിലപ്പോൾ ആ പേഴ്സൺ അറിയില്ലായിരിക്കും. അതാണ് ഇവിടെ ഒരു വിജയം കാണിക്കുന്നത്, ഒരു കള്ളത്തരം കാണിക്കുന്നത്. മനസ്സിലായി? നിങ്ങളൊരു മണ്ടിയോ മണ്ടനോ ആണെന്നൊരു ചിന്ത ആ പേഴ്സൺ ഉണ്ട്, പക്ഷേ നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ആരെങ്കിലും ഇത് അറിയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് നിങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല. സ്കോർപിയോ സോഡിയാക് സൈൻ ആണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ, നിങ്ങളിത് പറയാതിരിക്കുന്ന പരസ്യമാക്കാത്തതിന് വേറൊരു കാര്യം കൂടെ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇഷ്ടമുണ്ടാവാം, ആ പേഴ്സണ് ഇഷ്ടം നഷ്ടപ്പെടുമെന്നൊരു പേടിയും കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇത് ബാക്ക് ഫയർ ചെയ്താലോ, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പണിയായാലോ എന്നൊരു ചിന്തയും കൂടെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡിസപ്പോയിൻറ്റ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നില്ല. ആ പേഴ്സൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സണിന് കൂടെ നിന്ന് കള്ളത്തരം നിങ്ങൾ കാണിക്കുന്നില്ല. അതിൽ ഈ പേഴ്സണ് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പല പ്രാവശ്യം നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടും നിങ്ങളെയും ഈ പേഴ്സൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ പേഴ്സൺ ട്രൈ ചെയ്തിട്ടും നിങ്ങൾ അതിൽ വീണില്ല. നിങ്ങളുടെ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. ഈ പേഴ്സൻ്റെ കള്ളത്തരങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല, പക്ഷേ അതേസമയം ഈ പേഴ്സണെ ഒറ്റിക്കൊടുക്കുന്നുമില്ല. ഈ പേഴ്സണെ തടസ്സം വെക്കാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ട് പല പ്രാവശ്യം, പക്ഷേ ഈ പേഴ്സൺ മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഈ പേഴ്സണ് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് നിങ്ങളിൽ കേട്ടോ എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം, പ്ലേസസ് സേഫ് ആക്കുകയാണ് ചെയ്യണത്. കാരണം ഈ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ ഒറ്റിക്കൊടുത്താൽ ഈ പേഴ്സണ് നിങ്ങൾക്ക് പണി തരാം.
അതും കൂടി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണ് നിങ്ങൾ കുറച്ച് ഇൻസെക്യൂർ ആണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒറ്റിക്കൊടുത്താൽ ഈ പേഴ്സൺ എതിരായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് കുറവാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാവും. നിങ്ങൾ ചിലപ്പോൾ ഈ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ഈ സ്ത്രീയോ പുരുഷനോ പറഞ്ഞു വിട്ടിട്ട് വേറൊരാളെ അവിടെ ജോലിക്ക് വെക്കേണ്ടി വരും. എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് അതുപോലെ ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡിസിഷൻ എടുക്കാതെ. അപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പബ്ലിക് ആക്കണം, 4 പേര് അറിയണം ഈ നടക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞു വിടാനോ ഈ പേഴ്സന്റെ കള്ളത്തരം വിളിച്ചു പറയാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ധൈര്യമില്ല ഇപ്പം തൽക്കാലം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണിൽ അഡിക്റ്റഡ് ആണ് താനും. ഈ പേഴ്സന്റെ വാക്കിനപ്പുറത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സൺ നിങ്ങളെ സോപ്പിട്ട് നിൽക്കുകയാണ്, മനസ്സിലായോ? ഇതൊരു ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് ആദ്യം ഇങ്ങനെ വന്നത് ഓവറോൾ എനർജിയിൽ അത് കാണിച്ചത് നിങ്ങളൊരു പണം കായ്ക്കുന്ന മരം പോലെയാണെന്ന് പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെ കൊണ്ട് ഗുണമുണ്ട്. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ പിടിക്കപ്പെടും, അവർ ഒറ്റിക്കൊടുക്കും. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഈ പേഴ്സണോട് സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒറ്റിക്കൊടുക്കാത്തത്. അത് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സണ് പണിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ സോപ്പിട്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ, മനസ്സിലായി. ഇല്ലാത്ത സ്നേഹം അഭിനയിക്കുകയും ഇല്ലാത്ത ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തിട്ട് ഈ പേഴ്സൺ നിങ്ങളെ പിടിച്ചു നിർത്തുകയാണ് അവിടെ. കാരണം നിങ്ങൾ പോയാൽ ഈ പേഴ്സന്റെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല, പിന്നെ ഈ പേഴ്സൺ പിടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ സോപ്പിട്ട് നിർത്തിയേക്കാണ് ഈ പേഴ്സൺ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനാണിത്, റിലേഷൻഷിപ്പ്. കാരണം റിലേഷൻഷിപ്പായിട്ടുള്ള ഒരു കാര്യം കാണിക്കുന്നില്ല ഇവിടെ. മൾട്ടി ടാസ്കിങ്, നിങ്ങൾക്കതൊരു ഭാരമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് സത്യം വിളിച്ചു പറയണം, ഒരാൾ സത്യം വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറേ കാര്യം നിങ്ങൾക്ക് പ്രാരാബ്ധങ്ങളുണ്ട്. ഈ ജോലി നിങ്ങൾക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സണിൽ. അപ്പം അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ കുറേ പൈസ ഡീൽ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഇഷ്ടംപോലെ പണം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ്. ഇത് എന്ത് ചെയ്യണമോ ഒരു പിടുത്തമില്ല. ആകെ മൊത്തം കൺഫ്യൂഷൻ, ആകെ മനസ്സിന് ഭയങ്കര ടെൻഷനുമാണ് നിങ്ങൾക്ക്. കാരണം ഇവിടെ തുറന്ന് പറയണം, 4 പേരെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നെങ്കിലും അത് പറ്റുന്നില്ല. അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ നിങ്ങളും കൂടെ പിടിക്കപ്പെടും എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. ഇതൊരു തലവേദനയായിട്ട് മാറും നിങ്ങൾക്കറിയാം. അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പാസ്റ്റിലൊരു നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ്? പാസ്റ്റിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? നോ എന്ന് പറഞ്ഞ റിവേഴ്സാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 1 സൈഡഡ് ഇൻറ്റൻഷൻ, ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഓപ്പൺ ആയിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? മേ ബി എന്നാണ് പറഞ്ഞത്. ഈ പേഴ്സൺ അങ്ങനെ റിലേഷൻഷിപ്പിൽ പെടുന്ന ആളല്ല. ഈ പേഴ്സൺ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആവശ്യങ്ങൾക്ക് ആളുകളെ യൂസ് ചെയ്യുന്ന ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ ഇതിൽ മേ ബി എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ അങ്ങനെ പരസ്യമായിട്ട് ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 പേരുടെയും നോ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ സിറ്റുവേഷൻ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ? നോ ആണ് പറയുന്നത്. 3 കാർഡ്സ് വീണിട്ടുണ്ട്, നമ്മൾ കാണണം എന്നാണ്. യെസ്, ഇത് തേർഡ് പാർട്ടി കണക്ഷൻ. നോ ആണ് പറയുന്നത്. മേ ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ കാർഡ് പറഞ്ഞാൽ നോ ആണ്. പിന്നെ 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിൽ ഏൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഉള്ള ആളായിട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്.
അപ്പം നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻ്റ് ആവണം, സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നിങ്ങൾ ഈ പ്രശ്നത്തിൽ, ഈ പേഴ്സണിലും ഈ സിറ്റുവേഷനിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പുതിയ ഓഫേഴ്സ് ദൈവം തരുന്നത് നിങ്ങളുടെ കണ്ണിൽ പെടാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള ഗൈഡൻസ് ദൈവം തരുകയാണ് ചെയ്തത്. ഞാൻ എടുത്തതല്ലാതെ, ഞാൻ ഈ ഒരു കാർഡിനാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതാ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യാൻസർ സോഡിയാക് സൈൻ, ജെമിനി, സ്കോർപിയോ, അത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, അപ്പം നമുക്ക് സ്പിരിച്വൽ ഓറക്കിൾ നോക്കാം. ലോർഡ് ശിവ ഓറക്കിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇവർ സ്പിരിച്വലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവരെന്താണ് അറിയേണ്ടത്? ഭഗവാനെ, ചില സമയത്ത് ഓറക്കിൾ മെസ്സേജസ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ 4 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടതെന്ന്. മറിഞ്ഞു തന്നെ എടുക്കാം. ഓക്കെ, ഒന്നാമത്തെ കാർഡ് ഡിലേയ്സ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. അപ്പോൾ നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരും, ക്ഷമയില്ലാതാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ, അതിൽ ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് റീബോത്ത് ഓഫ് ലോർഡ് ഗണേശ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഏറ്റു പറയാനും ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യാനുമുള്ള സമയം ഇതാണ്, ഈ സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ മരിച്ച് പണിയെടുത്ത് അവരെ കോണ്ടാക്ട്, അവർ വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, ഈ പ്രോജക്റ്റ് ഇപ്പോൾ തീർക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് മാറരുത്. അവർ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പുറത്ത് ബാഹ്യശക്തികളുടെ ഇഷ്ടംപോലെ ഇടപെടലുകളുണ്ട്, അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ശാന്തത ഉണ്ടെങ്കിൽ പോലും അത് വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പുള്ള ശാന്തതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്പിരിച്വൽ. ഇനി നമ്മൾ ജിപ്സി ഓറക്കിൾ മെസ്സേജസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഇത് വന്നതാണ് കാർഡ്, ഞാൻ എടുക്കുകയാണ്. ഒരു കാർഡ് പറയുന്നത് സൈസ്, നെടുവീർപ്പിടുന്നു. രണ്ടാമത്തത് റിയൂണിയൻ. മൂന്നാമത്തത് പറയുന്ന ഗിഫ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഗിഫ്റ്റുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത ആളുമാവും, അറിയില്ല എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ. ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണോ വരുന്നത്, അറിയില്ല. എന്തായാലും നെടുവീർപ്പോടെ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റുമായിട്ടൊരു റിയൂണിയന് വേണ്ടി ഒരാൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല കാർഡ്സാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായിരിക്കട്ടെ അത്, നമുക്ക് മീൻസ് വിചാരിക്കാം.
ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി 7 ഓഫ് സ്വേർഡ്സ് ആണ്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരമുള്ള പോലെ, അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടുപേരും സത്യസന്ധമായിട്ട് രണ്ടുപേരുമായിട്ട് ഇടപെടുന്നില്ല. നിങ്ങൾ തമ്മിൽ കുറേ കള്ളത്തരങ്ങളുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന വളരെ ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. രണ്ടുപേർക്കും ചിലപ്പോൾ തമ്മിൽ അത്ര അധികം അറിയില്ല. ചിലപ്പോൾ രണ്ടുപേരും മാരീഡ് ആയിരിക്കാം, പക്ഷേ രണ്ടുപേരും തമ്മിലൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാം. എന്തായാലും ഒരാൾ ഇത് കാണിക്കുന്നത് ഒരു എന്താ പറയുക, എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അത് പിടിക്കപ്പെട്ടില്ല ഈ പേഴ്സൺ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതുപോലെ. അപ്പം നമ്മളുടെ മനസ്സിലൊരു സന്തോഷം, സമാധാനം, ഞാൻ ഇത്രയും എന്നുവെച്ചാൽ കള്ളത്തരം ചെയ്തു പക്ഷെ പിടിക്കപ്പെട്ടില്ല. അപ്പം നമ്മളുടെ മനസ്സിലൊരു സന്തോഷം വരും. ആ ഒരു സന്തോഷമാണ് ഈ പേഴ്സൻ്റെ ഈ മുഖത്ത് കാണുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെങ്കിലും ഒളിച്ചിട്ടാണോ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയേക്കുന്നത്? മറ്റുള്ളവർ അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കള്ളത്തരമുള്ള പോലെ ഈ റിലേഷൻഷിപ്പിൽ കള്ളത്തരമെന്നും പറയാൻ നിങ്ങൾ തമ്മിലല്ല കള്ളത്തരം, മറ്റു ലോകത്തിനെ മറച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പിനെ പോലെ, മറ്റു പലരും അറിയാൻ പാടില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ക്ലാരിഫൈ ചെയ്യുന്നത്? അങ്ങനെ നാട്ടുകാർ 4 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭൂകമ്പം ഉണ്ടാവും. സ്കോർപിയോ ടവർ എനർജിയാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂകമ്പം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ തമ്മിൽ വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് പറയുന്നത്. സ്കോർപിയോ സോഡിയക് സൈൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പം ടവർ റിവേഴ്സാണ് ഇപ്പോൾ കണ്ടത് ഞാനിവിടെ. നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആണ് റിലേഷൻഷിപ്പിൽ, മനസ്സിലായോ? എന്നുവെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കാർഡ് കാണിക്കുന്നുണ്ട്, ഇമോഷണൽ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഫാമിലിക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടോ? അറിയില്ല. എന്തായാലും നിങ്ങളുടെ ഈ പേഴ്സണോടുള്ള ഫീലിങ്സ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എന്തായാലും, കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ കൂടെ അല്ലാത്തപ്പോൾ ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ടാരോ റീഡിങ് എടുക്കുന്നുണ്ടാവാം, മനസ്സിലായി? കാരണം ഈ പേഴ്സണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഒബ്സസ്ഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഇതൊരു പരസ്യമാക്കാൻ പറ്റാത്ത രഹസ്യമായൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സ്ട്രെസ്സാണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് 100% നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. ഇപ്പോൾ ഈ പേഴ്സൺ വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ കൂടെ ആയിരുന്നു എന്ന് നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, പേഴ്സൺ വേറെ ആരുടെയും കൂടെ ആയിരുന്നോ? ഇപ്പോൾ പറയില്ല നമ്മൾ, ഞാനും നിൻ്റെ വൈഫും അല്ലെങ്കിൽ ഞാനും നിൻ്റെ ഹസ്ബൻഡും അല്ലാതെ നിൻ്റെ ലൈഫിൽ വേറെ ആരും പാടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ വൈഫും ഞാനും അല്ലാതെ അല്ലെങ്കിൽ ഹസ്ബൻഡും ഞാനും അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉള്ള പോലെ. അതാണ് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്. ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് സിറ്റുവേഷൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പേഴ്സണോട് വഴക്കുണ്ടാക്കുന്നുണ്ടല്ലേ, അത് പണിയാവില്ലേ? തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നമ്മൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കറണ്ട് പാർട്ട്ണറുമായിട്ട് പ്രശ്നങ്ങളുള്ളപ്പോഴാണ് നമ്മൾ അത് ഉഴപ്പല്ലാത്ത ഒരാളാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരാൾ ജന്മനാ ഇങ്ങനത്തെ പല റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാൾക്കാർ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അതിനർത്ഥം അവർ കറണ്ട് പാർട്ട്ണറുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ്.
അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് തേർഡ് പാർട്ടിയും അതുപോലെ പ്രശ്നങ്ങൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അവിടെ നിൽക്കണം? അപ്പോൾ അങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലും പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് കൺട്രോളിങ് ഇഷ്യൂ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അയാൾ ആരെ നോക്കണം, എവിടെ പോകണം, ആരോട് സംസാരിക്കുന്നുള്ള കാര്യം മുഴുവൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് സ്ട്രെസ്സ് വരാൻ പോകുന്നത്. ഇവിടെ സ്കോർപ്പിയനാണ് കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ആ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ ജോലിയിലാണ്, ഭയങ്കര വർക്കഹോളിക് ഒരാളാണ്. എന്ന് വെച്ചാൽ ഏത് നേരം ജോലി 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 എന്നുള്ള ചിന്തയുള്ള ഒരാളാണ്, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ളവർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് റിലേഷൻഷിപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവർക്ക് ഇമ്പോർട്ടൻ്റ് അവരുടെ ജോലിയാണ്. എങ്ങനെ ഞാൻ അടുത്ത പണം എവിടെ നിന്ന് ഉണ്ടാക്കാം, അടുത്ത പ്രോജക്റ്റ് അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. മനസ്സിലായോ? അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ജോലിയാണ്. മെജോറിറ്റി ഇങ്ങനെയുള്ളവർ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് വരുമാനം വരുന്നവരായിരിക്കും. അപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുമാനം വരുന്നവരാകുമ്പോൾ അവർക്ക് ഫ്രീ ടൈം കുറവായിരിക്കും. കാരണം അവർക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക്, അതുകൊണ്ടാണ് ഇവരുടെ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവർ നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ആള് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് ഒരു പ്രാരാബ്ധമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പേഴ്സണ് ജോലിയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ അയ്യോ ഈ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു എന്നൊരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് പണിയാവും. മനസ്സിലായി? അതാണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ്. കാരണം ഈ പേഴ്സണിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആ പേഴ്സണിൻ്റെ ജോലിയാണ്, വരുമാനം. അതിനകത്ത് ആ പേഴ്സണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ കാരണം കൊണ്ടാണ് ആ പേഴ്സൺ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളെയും ഈ പേഴ്സൺ ഒഴിവാക്കാൻ നോക്കും. അത് നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾ അതിനാണൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ റീഡിങ് കാണുന്നത് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിടപെടുക ഈ പേഴ്സണോട്. ഈ പേഴ്സണെ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. സ്കോർപ്പിയോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അടിപൊളി. നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ കോൺടാക്റ്റിൽ വെക്കണം, ഒരു ബ്രേക്കും ഉണ്ടാവാൻ പാടില്ല. 24 hours അറ്റ് യുവർ സർവീസ് എന്ന പോലെയാണ് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണം, എപ്പോൾ മെസ്സേജ് അയച്ചാലും അപ്പം തന്നെ ഈ പേഴ്സൺ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പം കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകണം. ഇതാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഈ പേഴ്സന്റെ ജീവിതത്തിനെയും ഈ പേഴ്സണെയും മോൾഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അടിപൊളി. അപ്പം പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, വളരെ ക്ഷമയോടെ സംസാരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. അങ്ങനെയുള്ള നമ്മളെ എതിർക്കാതെ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും അവരെ ഒന്ന് വളച്ചൊടിച്ച് കയ്യിൽ പോക്കറ്റിലാക്കണമെന്ന് നമുക്ക് തോന്നും. അത് പക്ഷെ പണിയാവും. ഈ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവരും ക്ഷമയുള്ളവരുമെല്ലാം വീക്കായ ആളുകളാണ്, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ പേഴ്സണെ എപ്പോഴും ഞാൻ 24 മണിക്കൂറും എൻ്റെ സർവീസിലായിരിക്കണം ഈ പേഴ്സൺ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അടിപൊളി. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഈ പേഴ്സണ് വേണ്ടത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഓൾറെഡി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം മാരീഡ് ആയ ഒരാളാണ്. അപ്പോൾ ഓൾറെഡി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫാമിലി, ഭാര്യ, കുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, അവിടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് ആയിട്ടാണ് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് വെക്കുന്നത്. കാരണം നിങ്ങളോട് റെസ്പോൺസിബിലിറ്റി ഇല്ല ഈ പേഴ്സണ്. നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സ്വന്തം കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അത്ര ആവശ്യമില്ല. മനസ്സിലായി? ഈ പേഴ്സൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഈ പേഴ്സൺ എടുക്കാനുള്ള ആ ഒരു ആഗ്രഹം ഈ പേഴ്സൺ ഇല്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരുന്നു, വളരെ നിങ്ങൾ ഡ്രീം കം ട്രൂ,
ഒരേ മെൻറ്റാലിറ്റി ഉള്ള രണ്ട് പേരാവും, അങ്ങനെയുള്ളവരാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ചിന്ത ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൻ്റെ ആ ആഗ്രഹങ്ങൾ മുഴുവൻ ഷാറ്റേർഡ് ആയിപ്പോയി. ഈ പേഴ്സൻ്റെ ഫാമിലിയും ശിഥിലമാണ്. ഈ പേഴ്സൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്. മനസ്സിലായി? പൈസ കൊടുത്ത് സഹായിക്കും, പക്ഷെ ഇമോഷണലായിട്ട് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പെരുമാറാൻ അറിയില്ല. അപ്പം അത് ഈ പേഴ്സണൽ എല്ലാ റിലേഷൻഷിപ്പിനെയും ബാധിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണെന്ന് മനസ്സിലാക്കിയ കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് അടുത്തത്. പക്ഷേ നിങ്ങളും അതുപോലത്തെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഈ പേഴ്സണിൽ നിന്ന് അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോൾ ഈ പേഴ്സൺ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളെ ഈ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നൊരു ആശങ്കയിലാണെന്നാണ് പറയുന്നത്. അപ്പം ഉദ്ദേശം ഈസി ആയിട്ടൊരു റിലേഷൻഷിപ്പ്, സ്മൂത്തായ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും തോറും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ആരോ ഒരാൾ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളാണോ ഈ പേഴ്സൺ ആണോ? ഈ പേഴ്സൺ അത്ര വലിയ ഹാപ്പി അല്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ആശങ്കയോടെയാണ് ഈ പേഴ്സൺ കാണുന്നതെന്നാണ് നമ്മൾ കണ്ടത്. എന്തായാലും രണ്ടുപേരും ഒരു ആക്ഷനും എടുക്കുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. പോകുന്ന പോലെ എത്രയും പോകട്ടെ, എവിടം വരെ പോകുമെന്ന് നോക്കാം എന്നൊരു ചിന്തയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇവിടെ ഒരു അതെ, എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ട കാര്യമില്ല രണ്ടുപേരും. കാരണം രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റീസ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീട്ടുകാർ സമ്മതിക്കുമോ കല്യാണത്തിന്, ആ ഒന്നും ആലോചിക്കണ്ട. കാരണം ഇവിടെ കല്യാണത്തിൻ്റെ ഓപ്ഷൻ വരുന്നേ ഇല്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പോകുന്ന പോലെ പോകട്ടെ, ഇപ്പം തൽക്കാലത്തേക്ക് ആക്ഷൻ എടുക്കണ്ടെന്ന് രണ്ടുപേരും തീരുമാനിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ പേഴ്സണെ തന്നെയാണ് ഈ പേഴ്സൺ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതും പോസിബിളാണ്. അപ്പോൾ ഇവിടെ ഒരു സക്സസ്ഫുൾ ആയ റിലേഷൻഷിപ്പ് ആണ്. അത് തന്നെയാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറും കേട്ടോ. ഇപ്പോൾ പേഴ്സൺ വിവാഹം കഴിച്ചിരിക്കുന്ന ആളൊരു ലവ് മാരേജ് ആയിരുന്നു. അത് സക്സസ്ഫുൾ ആയ ഒരു ഇതാണ്. അപ്പോൾ അവിടെ പെയിൻ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയൊരു പാസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. മനസ്സിലായിരുന്നു? സക്സസ്ഫുൾ ആയിരുന്നില്ല നിങ്ങളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പ്. വളരെ പെയിൻഫുൾ ആയിരുന്നു. നിങ്ങൾ കുറേ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ അതാണ് പറയുന്നത്. നിങ്ങൾ ആ പെയിൻ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി ആണ്. എല്ലാവരും നിങ്ങളെ ചതിക്കാനാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നൊരു ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ ഭഗവാനെ? നോ, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല. കാരണം എന്താണ്? നിങ്ങൾ പാസ്റ്റിലെ പെയിൻ കൊണ്ടുവരികയാണ് ചെയ്യണത്. നമ്മൾ എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് തകരുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് തകർന്നു, ഓക്കെ, നമുക്കത് ചിന്തിക്കാം മറ്റേയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കംപ്ലീറ്റ്ലി അയാൾ, ഓക്കെ പോട്ടെ. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് തകർന്നു, അപ്പോഴും നമ്മൾക്ക് പറയാം അത് അയാളുടെ തെറ്റാണ്, അയാൾ എന്തോ ചെയ്താണ്, എൻ്റെ ലൈഫിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവ് എനർജി, ഫൈൻ. മൂന്നാമത്തതും പണിയാകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, എന്താണിത്? 3 റിലേഷൻഷിപ്പും പ്രശ്നത്തിലേക്കാണല്ലോ. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന, നമ്മൾ അവരോട് കാണിക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. കാരണം നമ്മൾ ഒരേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മളുടെ ലൈഫിലൊരു തെറ്റ്, ഈ തെറ്റെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിലെ തെറ്റെന്ന് പറഞ്ഞപ്പോൾ 2 പേരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരാളുടെ മാത്രമല്ല. അതാണ് നമ്മൾ മറ്റേയാളുടെ മുതുകത്ത് പഴിചാരി ഊരിപ്പോരാൻ വളരെ ഈസിയാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാനും മറ്റുള്ളവരുടെ സഹതാപം കിട്ടാനും നമുക്ക് പറയാം, ഓ ആ പുള്ളി ഭയങ്കര സാധനമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജസ്റ്റ്, അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചു, രണ്ടാമത്തെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ, അപ്പോഴും നമ്മൾ പറഞ്ഞ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും. മൂന്നാമത് പ്രശ്നം വരുമ്പോൾ ഫ്രണ്ട്സ് ആലോചിക്കും, എന്താണ് ഇവള് കല്യാണം കഴിക്കുന്നവരെ, ഞാൻ എൻ്റെ കാര്യം പറയണം, അങ്ങനൊരു സിറ്റുവേഷൻ, ഒരു എക്സ്ക്യൂസ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്തായാലും വിചാരിക്കും
എന്താണ് ഇവള് കല്യാണം കഴിഞ്ഞ്, ഞങ്ങൾക്കൊന്നും അത്ര പ്രശ്നങ്ങളില്ല, ഇവള് കല്യാണം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം? അപ്പം ഞാനിവിടെ കുത്തിയിരുന്ന് ആലോചിക്കണേ എന്തായിരിക്കും ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ ഓക്കെ പ്രശ്നം ഉണ്ടായി, എന്തൊക്കെയാണ് എൻ്റെ സൈഡിലുള്ള തെറ്റുകൾ, രണ്ടാമത്തതിൽ എൻ്റെ, അപ്പം നമുക്കൊരു ഓർമ്മ വരും. അപ്പം നമ്മളുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക. ഈ സ്നേഹം എന്ന് പറയുന്നതും നമ്മൾ പൊസസീവ് എന്ന് പറയുന്നതും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക്, നമ്മൾ ആരോടാണോ ഈ കാണിക്കുന്നത് അവർക്ക് ഭയങ്കര തലവേദനയായിട്ട് മാറും. അവർ ഓടിക്കളയാൻ നോക്കും, നമ്മൾ ശ്വാസം മുട്ടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലും സക്സസ് വളരെ കുറവാണ്. കാരണം എന്താ, നിങ്ങൾ ഈ പേഴ്സൺ ഇങ്ങനെ മുറുക്കി പിടിക്കാനാണ് നോക്കുന്നത്, ശ്വാസം മുട്ടിക്കുന്നുണ്ട്, അതാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സോഡിയാക് സയൻസ് എന്തൊക്കെയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരേ ഒരു സോഡിയാക് സൈൻ ഞാൻ കണ്ടത് സ്കോർപ്പിയോ ആണ്, വേറെ ഒരൊറ്റ സോഡിയാക് സൈൻ ഇവിടെ കാണിച്ചില്ല. സ്കോർപ്പിയോ സോഡിയാക് സൈൻ മാത്രമാണ് ഇവിടെ വന്നത് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട്. എന്താ പറയുക, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വാരിയസ്, ലീബ്ര, ജെമിനായ്, പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ എല്ലാം ജനറൽ ആയിട്ടുള്ളവരാണുള്ളത്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഡിയാക് സൈൻ കാണിച്ചത് സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു മൂന്നാമത്തെ റീഡിങ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാൻ ആക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.